പറയൂ. ഞാൻ രാമമൂർത്തി, തെക്കേടത്ത് ജ്വല്ലറിന്നാ. ഇവിടേക്ക് വിവാഹം കഴിച്ചുകൊണ്ടുവന്ന പ്രിയ? യെസ്. കടയിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ട് പ്രിയയുടെ അച്ഛനൊരു ചെക്ക് തന്നിരുന്നു. അതും അടങ്ങി. ഞങ്ങൾക്കിപ്പോ സ്വർണത്തിന്റെ പണം വേണം, അല്ലെങ്കിൽ സ്വർണമെങ്കിലും. ഹലോ, അതെ. ഇനി ഒന്നും നടക്കില്ല. നിങ്ങൾ അവധി കുറെ പറഞ്ഞതാണ്. എനിക്ക് എന്റെ ബിസിനസ് ആണ് വലുത്. പ്ലീസ് സർ, എങ്ങനെ ഞാൻ എത്തിക്കാം എന്റെ മകളുടെ ഭാവി? ഒന്നുകിൽ എന്റെ പണം തരണം, അല്ലെങ്കിൽ എന്റെ സ്വർണം തരൂ. അതല്ലാതെ വേറൊരു വഴിയില്ല. നോ നോ, ഇനി വേറൊരു എക്സ്ക്യൂസ് നിങ്ങൾ പറയണ്ട. ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് സർ, പ്ലീസ് പ്ലീസ്. കച്ചവടക്കാരന് കൈനഷ്ടം സഹിക്കാൻ പറ്റില്ലെന്ന് അറിയാലോ. ഈ ചെക്ക് ഇവര് തന്നതാണ്. സോറി. നിന്റെ അച്ഛൻ എന്നെ ചതിക്കായിരുന്നു. ഇത് ഞാൻ സഹിക്കില്ല. അച്ഛനോട് പൊറുക്ക്. അതെ, ഒന്ന് നിന്ന്. അങ്ങനെ അങ്ങ് പോവാൻ പറ്റേ. മോളെ കൂടെ കൊണ്ടുപോയിക്കോ. കളിയും ചിരിയും നിറഞ്ഞിരുന്ന എന്റെ വീട്ടിൽ പിന്നെ മൂകത മാത്രം. വിഷമിക്കാതെ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. കല്യാണത്തിലെ ആദ്യത്തെ ചതി മാരേജ് ബ്യൂറോക്കാരൻ്റെതായിരുന്നു. ഞങ്ങൾക്ക് കഴിയാത്ത സ്ത്രീധനവും ആഭരണങ്ങളും അവർ ഓഫർ ചെയ്ത് അച്ഛനെ കൊണ്ട് വിവാഹത്തിന് സമ്മതം ഒളിപ്പിച്ചു. വിവാഹ ദല്ലാളന്മാർക്ക് സ്ത്രീധനത്തിന്റെ ശതമാനമായിരുന്നു കണക്ക്. അതായിരുന്നു അവരുടെ ചതി. ഞങ്ങൾ വീഴുകയായിരുന്നു. അപ്പോഴും അച്ഛന്റെ വരുമാനത്തെക്കുറിച്ചോ കടം തിരികെ കൊടുക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചോ ആലോചിച്ചിരുന്നില്ല. അച്ഛാ, 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 അച്ഛാ. ഒടുവിൽ അച്ഛനെല്ലാം പരിഹരിച്ചു, ആത്മഹത്യയിലൂടെ.